നമുക്ക് ഇതുപോലത്തെ ഒരു ഹോബ് ഒന്ന് അഴിച്ചെന്ന് ഉൾഭാഗത്ത് എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് ഒന്ന് നോക്കിയല്ല. ഇതാണ് ഹോബിന്റെ ഏകദേശം ഉൾഭാഗം കാണുന്ന ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻലെറ്റ് ഭാഗം നമ്മൾ ഇവിടെ നിന്ന് ഇൻലെറ്റ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇത് ഈ പൈപ്പ് വഴി ഗ്യാസ് ഫുള്ള് ഇവിടെ വന്ന് നിൽക്കുവാണ്. നമ്മൾ ഓരോ വാൽവ് 4 അടുപ്പിൻ്റെയാണ്, ഓരോ വാൽവ് കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ വാൽവ് തിരിക്കുന്ന സമയത്താണ് അത് ഗ്യാസ് വരുന്നത്. ഈ പിന്ന് കാണുന്നത് ഇതിന്റെ സ്പാർക്കിംഗ് പ്ലഗ് ആണ്. സ്പാർക്ക് എന്ന് പറഞ്ഞാൽ ഇത് കത്താൻ ഉപയോഗിക്കുന്ന സ്പാർക്കിംഗ് പ്ലഗ്. ഇതാണ് ഇതിന്റെ കപ്പ് നോസിൽ എന്ന് പറയുന്നത്. ഇതിന്റെ അലുമിനിയം പൈപ്പാണിത്. ഇതെല്ലാത്തിലും ഓരോന്നിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ വയറുകൾ കാണുന്നത് ഇതിന്റെ സ്പാർക്കിംഗ് വർക്ക് ചെയ്യാനായിട്ടുള്ള ഇഗ്നീഷ്യൻ ബോക്സ് ആണിത്. ഇതിനകത്തുനിന്ന് വരുന്ന പവറാണ് നമ്മൾ ഇതിനകത്തേക്ക് ഓരോ പ്രാവശ്യം ഈ നെക്കുമ്പോഴത്തേക്കും ഈ മൈക്രോ സ്വിച്ച് വഴി അതാത് ബർണേഴ്സിലേക്ക് എത്തുന്നത്. അതിനുപയോഗിക്കുന്നതാണ് ഈ ഒരു ബ്രൗൺ കളർ കാണുന്ന ഈ ഒരു മൈക്രോ സ്വിച്ച്. പിന്നെ അതുകൂടാതെ ഇത് ബാറ്ററി ബോക്സ് ആണ്. 1.5 DC വോൾട്ടാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ മിക്ക ആൾക്കാർക്കും കൺഫ്യൂഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബിൽറ്റ് ഇൻ ഹോബിനകത്ത് നമുക്ക് മിക്സിങ് നടക്കുന്നത്, അതായത് എയർ മിക്സിങ് നടക്കുന്നത് കുക്ക് ടോപ്പിനാകുമ്പോൾ അടിയിൽ നിന്നായിരിക്കും. ഇതിനകത്ത് എയർ മിക്സിങ് നടക്കുന്നത് മേളിൽ നിന്ന് തന്നെയാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു ബർണർ ഒന്ന് വെച്ച് കാണിച്ചു തരാം. അലുമിനിയം പ്ലസ് ബ്രാസ് ആണ് ഇതിൻ്റെ. ഇതാണ് ഒരു സ്മോൾ ബർണറിൻ്റെ ഒരു മിക്സിംഗ് ട്യൂബ്. ഇതിൻ്റെ ബർണർ ഇങ്ങനെയാണ്. ഇതിനകത്തുനിന്ന് ഇഞ്ചക്ടർ വഴി കയറി ഗ്യാസ് ഇതിലാണ് പോകുന്നത്, ഈ ഒരു ഭാഗത്തൂടെയാണ് പോകുന്നത്. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ എയർ മിക്സിങ് നടക്കുന്നത് ഈ ഒരു ഭാഗം, അതായത് ഈ കാണുന്ന ഒരു ഭാഗത്തിൻ്റെ ഇടയിൽ കൂടിയാണ് ഇതിൻ്റെ എയർ മിക്സിങ് നടക്കുന്നത് ഈ ഒരു ബിൽറ്റ് ഇൻ ഹോബിന്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഒരു ബിൽറ്റ് ഇൻ ഹോബിൻ്റെ ഉൾവശം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കുറച്ച് വർക്കുകൾ ഉണ്ടായിരുന്ന ഒരു സംശയം മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.